നമസ്കാരം. ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറി ശാസ്ത്രമാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി പച്ച നിറത്തിലുള്ള തത്തയും രണ്ടാമത്തേത് മഞ്ഞ നിറത്തിലുള്ള തത്തയുമാകുന്നു. ഈ 2 തത്തകളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങൾ ഉടനെ തന്നെ കേൾക്കുവാൻ പോകുന്ന ചില ശുഭവാർത്തകളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം. ഏവരും തന്നെ ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 2 തത്തകളിൽ ഒരു തത്തയെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലം എന്താണെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഒരു കാര്യം സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. പ്രധാനമായും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. പലപ്പോഴായി ആഗ്രഹിച്ച പല കാര്യങ്ങൾക്ക് വേണ്ടിയും അതിയായ ആഗ്രഹം ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ശ്രമങ്ങൾ, അതായത് കഠിനമായ നിങ്ങളുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പരാജയത്തിൽ കലാശിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നുചേരുന്ന സമയം കൂടിയാണിത്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നുചേരുന്നതാണ്. മറ്റുള്ളവരെ സഹായിച്ചത് മൂലം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. അത് കമൻറ്റുകളായി നിങ്ങൾക്ക് കുറിക്കാവുന്നതുമാണ്. അതായത് അത്തരത്തിൽ നിങ്ങൾ സഹായിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും തുടർന്ന് നല്ലവരായ വ്യക്തികളെ സഹായിക്കുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം സമയം കൂട്ടിക്കിട്ടുവാനുള്ള സാധ്യത, അതായത് ഒരല്പം സമയമെങ്കിലും കൂട്ടിക്കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതായത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സ്ഥാനക്കയറ്റം, ചെയ്യുന്ന പ്രവൃത്തിയിൽ അംഗീകാരങ്ങൾ ലഭിക്കുക മുതലായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിന് സൗഖ്യം വന്നു ചേരുന്നതായ, സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പലപ്പോഴും നല്ല കാര്യങ്ങൾ പലതും ചെയ്തു കഴിഞ്ഞാലും ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല. അതായത് പ്രതീക്ഷിക്കുന്നതായ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രതീക്ഷിക്കാത്ത പലതും നടക്കുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും തന്മൂലം, അതായത് ആ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഇനിയുള്ള സമയം വളരെ കൂടുതലാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുക എന്നുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. കൂടാതെ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അതായത് ബന്ധുഗുണം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങളോ അല്ലെങ്കിൽ ചില അനുകൂലമായ നേട്ടങ്ങളോ അതല്ലെങ്കിൽ ചില പിന്തുണകളോ ലഭിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാനുള്ള സാധ്യതകളുണ്ട്. സൽചിന്തകൾ മനസ്സിൽ നിറയുന്നതിലൂടെ സൽചിന്തകളോടുകൂടി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഗുണകരമായി തീർക്കുവാനും അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ്. അതായത് അത്തരത്തിലുള്ള സൽപ്രവൃത്തികളായിരിക്കും നിങ്ങൾ കൂടുതലും ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് കാര്യങ്ങൾ ശരിയായ രീതിയിൽ
പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയകരമായ നേട്ടങ്ങൾ പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. കൂടുതലും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നതായ ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. മംഗളകരമായ ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അല്ലെങ്കിൽ മംഗളകരമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരാവുന്നതാണ്. കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില മംഗളകാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കീർത്തി കേൾക്കുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇനി രണ്ടാമത്തെ തത്തയായ മഞ്ഞ തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുണ്ട്. എന്നാൽ ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല ഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. പലപ്പോഴും കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ലാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഭംഗിയായി നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അനുകൂലമായി ഭവിക്കാത്തതായ ഒരവസ്ഥ. എന്നാൽ ഇനിയുള്ള നാളുകളിൽ ചില പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമൂലം സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിൽ കേൾക്കുവാനും അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും വളരെയധികം പ്രതീക്ഷകൾ വച്ചു പുലർത്തുകയും തുടർന്ന് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും കഴിയുന്നതായ ഒരു ജീവിതം തന്നെയാണ് നിങ്ങളുടേത്. മുൻപുണ്ടായിട്ടുള്ളതായ ചില അനുഭവങ്ങളിൽ നിന്നും ക്ഷമ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങൾ മൂലം ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അതുമൂലം സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. അതായത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട്. എന്നാൽ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. മറ്റുള്ള വ്യക്തികളിൽ പലരും നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു എങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം വ്യക്തികളെ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ആരു കാരണമാണ് നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായ തിരിച്ചടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് വ്യത്യാസം വന്നു ചേരാവുന്നതാണ്. ജീവിത വിജയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കുന്നതിനാലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ പ്രവർത്തിക്കുന്നതിനാലോ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കിട്ടിയതുകൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇക്കാരണത്താൽ പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ അതായത് പൂർണ്ണമായി ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇനിയുള്ള നാളുകളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നഷ്ടങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ നേരിടുവാൻ വേണ്ടുന്നതായ ഊർജം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ്. പല കാര്യങ്ങളും അതായത് പല അനുകൂലമായ കാര്യങ്ങളും നടന്നില്ല എങ്കിൽ പോലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ വിഷമിച്ചിരിക്കുവാൻ പാടുള്ളതല്ല. ഒന്നുപോയാൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഉയർച്ചയുടെ കാലം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തടസ്സങ്ങൾ വന്നു ചേർന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് അതല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്.
കൂടാതെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും ഘട്ടം ഘട്ടമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്നതാണ്. കൂടാതെ മറ്റുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് നന്നായി പെരുമാറുവാൻ, അതായത് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒന്നും ലഭിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ സൽപ്രവൃത്തികളോടെ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. തന്മൂലം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാനും തന്മൂലം സാധിക്കുന്നതാണ്. നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. എന്നും സൽപ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് സൽചിന്തകളോടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്.